എല്ലാവർക്കും നമസ്കാരം. ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായെത്തിയ മാർക്കോ വിജയകരമായിട്ട് 3 ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ട് ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് തിയേറ്ററുകളിൽ. ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ മാർക്കോയുടേതായി വിറ്റുപോയത് ഏകദേശം 1,54,000 പരം ടിക്കറ്റുകളാണ്. ഇതോടെ 3 ദിവസങ്ങൾ കൊണ്ട് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ചിത്രത്തിൻ്റെതായി വിറ്റുപോയത് 5,34,000 പരം ടിക്കറ്റുകളാണ്. റിലീസ് ദിവസം മുതൽ തന്നെ കേരളത്തിലും കർണാടകത്തിലും ഓവർസീസിലും തരംഗമായ ഈ ഒരു ചിത്രം ഇപ്പോഴിതാ നോർത്ത് ഇന്ത്യയിലും തരംഗമാവുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉണ്ണി മുകുന്ദൻ കേന്ദ്ര കഥാപാത്രമായെത്തിയ മാർക്കോ എന്ന വയലൻസ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ വലിയൊരു പ്രൊമോഷൻ നടത്താതെ തന്നെ അവിടെ തരംഗമാകുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് കൂടുതൽ നോർത്ത് ഇന്ത്യൻ റിവ്യൂവേഴ്സിലേക്ക് എത്തുകയും അവരെല്ലാം പോസിറ്റീവ് റെസ്പോൺസ് ചിത്രത്തിന് നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ നോർത്ത് ഇന്ത്യയിൽ ഫാസ്റ്റ് ഫീലിംഗ് ഷോക്സ് ഒക്കെ ഇന്നലെ മുതൽ കാണാൻ സാധിക്കുകയാണ്. എന്നാൽ റിലീസ് ദിവസം മുതൽ തന്നെ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും നോർത്ത് ഇന്ത്യ സൈഡിലും ചിത്രത്തിന് മികച്ചൊരു തിയേറ്റർ കൗണ്ടും സ്ക്രീൻ കൗണ്ടും എല്ലാം ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ മുതൽ ആ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. മാർക്കോയുടെ നോർത്ത് ഇന്ത്യൻ സൈഡിൽ തിയേറ്റർ കൗണ്ടും സ്ക്രീൻ കൗണ്ടും കൂടുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ സിനിമകളിൽ കഴിഞ്ഞ ദിവസം പ്രധാന റിലീസായി എത്തിയ അല്ലു അർജുന്റെ പുഷ്പ 2 ആദ്യ ദിവസം മുതൽ തന്നെ മിക്സഡ് റിവ്യൂസ് വന്നിട്ട് പോലും ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നോർത്ത് ഇന്ത്യൻ സൈഡിൽ വലിയ കളക്ഷൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മാർക്കോ പോലെ ഒരു ചിത്രം ഫുള്ള് പോസിറ്റീവ് എന്ന പടം അവിടെ ഒന്ന് കത്തിക്കേറിയാൽ മോളിവുഡ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കളക്ഷനിലേക്ക് മാർക്കോ പോകുമെന്ന് തീർച്ചയാണ്. വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിത്രത്തിന്റെ 3ാം ദിവസമായ ആദ്യ ഞായറാഴ്ച ചിത്രത്തിന്റെ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത് 1194 ഷോകളാണ്. അതായത് ആദ്യത്തെ 2 ദിവസത്തെക്കാൾ കൂടുതൽ ഷോ. ഇന്നലെ മാത്രം ഓഡിയൻസായി കേരളത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ എണ്ണമെന്ന് പറയുന്നത് 2,76,000 കടന്നിരിക്കുകയാണ്. 1994 ഷോകളിൽ നിന്നും ഓരോ തിയേറ്ററിലെയും ആവറേജ് ഓക്യുപ്പൻസി എന്ന് പറയുന്നത് 87%. ഇന്നലെ മാത്രം 301 ഹൗസ്ഫുൾ ഷോകളും 403 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും ചിത്രം കളിച്ചിരുന്നു. ആദ്യ 2 ദിവസത്തെക്കാൾ ഏറ്റവും ഉയർന്ന ട്രാക്കഡ് കളക്ഷനാണ് ചിത്രം ഇന്നലെ സ്വന്തമാക്കിയിരിക്കുന്നത്. 4,25,00,000 രൂപയാണ് ചിത്രത്തിന്റെ ട്രാക്കഡ് കളക്ഷനായി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിന്റെ 3ാം ദിവസമായ ഞായറാഴ്ച സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ 3ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് 5 കോടി കളക്ഷൻ ചിത്രം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ ചിത്രത്തിന്റെ 3 ദിവസത്തെ കേരള കളക്ഷൻ 15 കോടി റേഞ്ചിൽ എത്തിയിരിക്കുകയാണ്. മാർക്കോയുടെ 4ാം ദിവസമായ ആദ്യ തിങ്കളാഴ്ച ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മാർക്കോയുടെ ആദ്യ തിങ്കളാഴ്ച നിങ്ങളുടെ നാട്ടിൽ തിരക്കുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.